2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ രാഷ്ട്രീയ കേരളം ഒരു വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. റിയാലിറ്റി ഷോകളുടെയും സോഷ്യൽ മീഡിയയിലൂടെയും വളർന്നുവരുന്ന ഒരു പുതിയ താരനിര കൂടി ഇത്തവണ നിയമസഭയുടെ പടവുകൾ സ്വപ്നം കാണുന്നുണ്ട്. മുൻപൊന്നുമില്ലാത്ത വിധം മുന്നണികൾ സെലിബ്രിറ്റികളെ കളത്തിലിറക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായി മാറിയിരിക്കുകയാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. വെള്ളിത്തിരയിലെ മിന്നും താരങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയാൽ മലയാളി വോട്ട് ചെയ്യുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഉയരുന്ന ചോദ്യം കൂടിയാണിത്. കേരളത്തിന് പുറത്ത് MGRും ജയലളിതയും കരുണാനിധിയും പവൻ കല്യാണും കമലഹാസനും തുടങ്ങി ഇപ്പോൾ വിജയ് വരെ എത്തി നിൽക്കുന്ന വലിയ പട്ടിക നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ അതിർത്തി കടന്ന് നമ്മുടെ കേരളത്തിൽ എത്തിയാൽ താരപ്പൊലിമയെ നെഞ്ചേറ്റി ഭരണം കൂടി കൊടുക്കുന്നത് മലയാളിക്ക് പതിവുള്ള കാര്യമല്ല. മുരളി, ജഗദീഷ്, ലെനിൻ, രാജേന്ദ്രനുമെല്ലാം ഇത്തരത്തിൽ തോറ്റുപോയവരാണ്. വെള്ളിത്തിരയിൽ നായകനായി തിളങ്ങിയത് കൊണ്ട് മാത്രം ഒരാൾക്ക് വോട്ട് നൽകുന്ന പതിവ് പണ്ടേ മലയാളികൾക്കില്ല. എന്നാൽ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. മുന്നണികൾ തങ്ങളുടെ ശക്തിയായി കരുതുന്നത് ജനപ്രിയ മുഖങ്ങളെയാണ്. ഇത് കേവലം സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനം എന്നതിലുപരി വോട്ടർമാരെ സ്വാധീനിക്കാൻ പാർട്ടികൾ കണ്ടെത്തുന്ന സ്ട്രാറ്റജി കൂടിയാണ്. തിരുവനന്തപുരം സെൻട്രൽ എടുത്തു നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിൽ സുധീർ കരമനയുടെ വരവ് ഒരു വൈകാരിക തലം കൂടി ഉള്ളതാണ്. ആന്റണി രാജുവിന് സീറ്റില്ലാതായവരെ LDF കണ്ടെത്തിയ സുധീർ വെറുമൊരു നടനായല്ല ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ പഴയ SFI പാരമ്പര്യവും കരമന ജനാർദ്ദനൻ നായർ എന്ന വലിയ പ്രതിഭയുടെ മകൻ എന്ന ഇമേജും അദ്ദേഹത്തിനുണ്ട്. തലസ്ഥാനത്തെ വോട്ടർമാർക്ക് സുധീർ ഒരു പുത്തൻ മുഖമല്ല, മറിച്ച് തങ്ങളുടെ ഇടയിൽ വളർന്ന ഒരാളാണ്. രാഷ്ട്രീയ കൃത്യതയുള്ള ഒരാളെ സെലിബ്രിറ്റി പരിവേഷത്തോടെ അവതരിപ്പിക്കുക എന്ന തന്ത്രമാണ് ഇവിടെ ഇടതുപക്ഷം പയറ്റുന്നത്. കൂടാതെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ളത് 2020യുടെ സ്ഥാനാർത്ഥി നിർണയമാണ്. NDA സഖ്യമായ 2020യാണ് ഇത്തവണ കൂടുതൽ സെലിബ്രിറ്റികളെ കളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത്. കുന്നത്തുനാട്ടിലെ പരീക്ഷണങ്ങൾ മറ്റു മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ട് 2020 കുറി ഒരു സ്റ്റാർ പരേഡ് തന്നെയാണ് നടത്തുന്നത്. അഖിൽ മാരാർ തൃക്കാക്കരയിൽ എത്തുമ്പോൾ അത് രാഷ്ട്രീയ ചർച്ചകളെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്നു. ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകളിലെ മലയാളി വീട്ടമ്മമാർക്കും യുവാക്കൾക്കും ഇടയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ അഖിൽ വോട്ടർമാരോട് സംസാരിക്കുന്ന ഓരോ സാധാരണ രാഷ്ട്രീയക്കാരന്റെ ഭാഷയിലല്ല. തൃപ്പൂണിത്തുറയിലെ അഞ്ജലി നായരും ഏറ്റുമാനൂരിലെ ആതിര D നായരും ഇതേ പോപ്പുലാരിറ്റി സ്ട്രാറ്റജി ഭാഗമാണ്. എന്നാൽ വോട്ടർ പട്ടികയിലെ പിഴവുകൾ കാരണം ലക്ഷ്മി പ്രിയക്കും വീണ നായർക്കും പിന്മാറേണ്ടി വന്നത് 2020യുടെ പ്ലാനുകളിൽ ചെറിയ വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട്. BJPയിലെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ നോക്കുകയാണെങ്കിൽ BJP ഇത്തവണയും തങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സെലിബ്രിറ്റികളെ മുൻനിർത്തിയാണ്. കുണ്ടറയിൽ റോബിൻ രാധാകൃഷ്ണന്റെ സാന്നിധ്യം യുവാക്കൾക്കിടയിൽ വലിയ ഓളമുണ്ടാക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു യൂത്ത് ഐക്കൺ എന്ന നിലയിലാണ് റോബിൻ വോട്ട് തേടുന്നത്. അരുവിക്കരയിൽ വിവേക് ഗോപനും ഒറ്റപ്പാലത്ത് മേജർ രവിയും എത്തുമ്പോൾ BJP ലക്ഷ്യമിടുന്ന നിഷ്പക്ഷ വോട്ടുകളെയാണ്. സിനിമയിലെ ഗ്ലാമറിനൊപ്പം തങ്ങളുടെ ദേശീയ നിലപാടുകൾ കൂടി ചേർത്ത് വെച്ചാണ് ഇവർ ജനങ്ങളെ സമീപിക്കുന്നത്. അതേസമയം പാലക്കാട് നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. സാധാരണഗതിയിൽ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നവർ ഒരു സേഫ് സോൺ നോക്കാറുണ്ട്. എന്നാൽ പിഷാരടി തെരഞ്ഞെടുത്തത് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായ പാലക്കാടാണ്. കനത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ണിലേക്കാണ് താരം എത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടത് പിഷാരടി എന്ന നടനെയല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിലും യുവാക്കൾക്കുമിടയിലും സ്വാധീനമുള്ള ഒരു വ്യക്തിയെയാണ്. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെ പാലക്കാട്ടേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റം ഒരു സർപ്രൈസ് മൂവ് ആയിരുന്നു. അതേസമയം ഈ താരപ്പൊരുമകൾക്കിടയിലും തലയുയർത്തി നിൽക്കുന്ന ഒരാളുണ്ട്, KB ഗണേഷ് കുമാർ. പത്തനാപുരത്തുകാർക്ക് ഗണേഷ് കുമാർ ഒരു സിനിമാ നടനല്ല, മറിച്ച് തങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയാണ്. രാഷ്ട്രീയത്തിൽ സിനിമയേക്കാൾ കൂടുതൽ പാരമ്പര്യമുള്ള ഗണേഷ് കുമാർ 2 പതിറ്റാണ്ടായി തന്റെ മണ്ഡലം കാത്തു സൂക്ഷിക്കുന്നു. 2016-ൽ 3 നടന്മാർ ഏറ്റുമുട്ടിയ പത്തനാപുരം ചരിത്രമാണ്. എന്നാൽ ഇത്തവണ മുകേഷും G കൃഷ്ണകുമാറും ധർമ്മജനും മത്സരരംഗത്തില്ലാത്തത് സിനിമാ മേഖലയിലെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ കുറയുന്നതിന്റെ സൂചനയാണെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മഞ്ഞളാംകുഴി മാണി C കാപ്പൻ തുടങ്ങിയവരും സിനിമയും രാഷ്ട്രീയവും ഒരുപോലെ കൊണ്ടുപോകുന്നവരാണ്. ഇവർക്ക് സിനിമ ഒരു ലേബർ മാത്രമാണ്. എന്നാൽ പുതിയ തലമുറയിലെ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ മലയാളി വോട്ടർമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇവർ നമുക്ക് വേണ്ടി നിയമസഭയിൽ ശബ്ദിക്കുമോ? മലയാള സിനിമയിലെ പ്രമുഖർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ജനാധിപത്യത്തിന് പുതിയൊരു ഊർജം നൽകുന്നുണ്ടെങ്കിലും വെറും ഗ്ലാമർ കൊണ്ട് മാത്രം ഇവിടെ ജയിച്ചു കയറാനാവില്ല. പല താരങ്ങളും വീണ മണ്ണാണിത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ താരസ്ഥാനാർത്ഥികൾക്ക് മുന്നിലുള്ളത് വലിയൊരു അഗ്നി പരീക്ഷയാണ്. ഫലം വരുമ്പോൾ ആരൊക്കെ നിയമസഭയുടെ പടവുകൾ കയറുമെന്നും ആരൊക്കെ വെള്ളിത്തിരയിലേക്ക് തന്നെ മടങ്ങുമെന്നും കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.